ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 8. പുരോഹിതാഭിഷേകം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 മുട്ടാടുകൾ, 1 കുട്ട പുളപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട് കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനു മീതെ എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു. അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊൻതകിട് ചാർത്തി. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശദീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിങ്കൽ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അഹ്റോൻ്റെ പുത്രന്മാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു. അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാരകർമ്മത്തിന് സജ്ജമാക്കി. ആന്തരിക അവയവങ്ങളിൽ മേലുണ്ടായിരുന്ന മേധസ് മുഴുവനും കരളിന്മേലുണ്ടായിരുന്ന നെയ്വലയും 2 വൃക്കകളും അവയുടെ മേധസ്സുമെടുത്ത് ബലിപീഠത്തിങ്കിൽ വെച്ച് ദഹിപ്പിച്ചു. എന്നാൽ കാളയെ, അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത്. ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു. അതിനെ കഷ്ണങ്ങളായി മുറിച്ച് തലയും കഷ്ണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹനബലിയായി ബലിപീഠത്തിങ്കിൽ വെച്ച് ദഹിപ്പിച്ചു. അവൻ മറ്റേ മുട്ടാടിനെ, പുരോഹിതാഭിഷേകത്തിൻ്റെ മുട്ടാടിനെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് കുറേ രക്തമെടുത്ത് അഹ്റോൻ്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിൻ്റെ പെരുവിരലിലും പുരട്ടി. പിന്നീട് അഹ്റോൻ്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലതു ചെവിയുടെ അഗ്രത്തിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിൻ്റെ പെരുവിരലിലും പുരട്ടി. ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു. കൊഴുത്ത വാലും ആന്തരിക അവയവങ്ങളിന്മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും 2 വൃക്കകളും അവയുടെ മേധസ്സും വലത്തെ കുറകും എടുത്തു. കർത്താവിൻ്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പമിരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറകിന്മേലും വെച്ചു. ഇവയെല്ലാം അവൻ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിന് മുമ്പിൽ നീരാജനം ചെയ്തു. അനന്തരം മോശ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹന ബലിവസ്തുക്കളോടൊപ്പം വെച്ച് ദഹിപ്പിച്ചു. അഭിഷേക ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത്. മോശ അതിൻ്റെ നെഞ്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു. അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശദീകരിച്ചു. മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം. ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം. അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ തീരുന്നതുവരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. എന്തെന്നാൽ അഭിഷേകത്തിന് 7 ദിവസം വേണം. ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് 7 ദിവസവും രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കഴിയുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. മോശ വഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി. ദൈവവചനമാണ് നാം കേട്ടത്.